നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ നിങ്ങളുമായി സംവേദിക്കുന്ന വിഷയം നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ പരമ്പരയാകുന്നു. നിങ്ങളുടെ നാളെയിൽ നാളെ 1200 ചിങ്ങമാസം 31-ാം തീയതി, അതായത് 2024 സെപ്റ്റംബർ 16-ാം തീയതി സോമവാരം തിങ്കളാഴ്ച. നാളെ കാലത്ത് സൂര്യോദയം തൃശ്ശൂരിൽ 6:18-നും അസ്തമയം വൈകിട്ട് 6:22-നുമാകുന്നു. നാളത്തെ രാഹുകാലം തിങ്കളാഴ്ച കാലത്ത് 7:30 മുതൽ 9 മണി വരെയുള്ള സമയം. പ്രാദേശിക സൂര്യോദയ പ്രകാരം 7:48 മുതൽ 9:18 വരെയുള്ള സമയം. നാളത്തെ ദിനത്തിൻ്റെ പ്രത്യേകത, നാളെ സംക്രമ ദിനമാകുന്നു. നാളെ വൈകിട്ട് 7:45-ന് രാത്രി സൂര്യൻ കന്നി രാശിയിലേക്ക് സംക്രമിക്കുകയാണ്. ഒരു പുതിയ അധ്യായം നാളെ മുതൽ കുറിക്കപ്പെടുകയാണ്. സ്വന്തം ക്ഷേത്രത്തിൽ നിന്നും സൂര്യൻ കന്നി രാശിയിലേക്ക് പ്രവേശിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ അറിവിലേക്കായി കന്നിമാസത്തിലെ സൂര്യൻ്റെ പ്രവേശനം മുതൽ 12 രാശിക്കാർക്കും ഉണ്ടാകുന്ന ശുഭാശുഭ ഫലങ്ങൾ വളരെ വ്യക്തമായി 12 വീഡിയോകളിലായി ഞങ്ങൾ നിങ്ങൾക്കായി സമർപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ അത് നിരീക്ഷിക്കുക, അതിലുള്ള ശുഭാശുഭ ഫലങ്ങളെ ഉൾക്കൊള്ളുക, പ്രാർത്ഥനകളെ ഉൾക്കൊള്ളുക. നാളെ സംക്രമ ദിവസം, വിശേഷിച്ച് ജ്യോതിഷികൾ പോലും കവടിക്കരകൾ വെക്കാത്ത ദിവസമാണ്. ഗൃഹപ്രവേശന വിഷയത്തിനൊന്നും നാം സംക്രമദിനം സ്വീകരിക്കാറില്ല. സ്ഥപതികൾ കുറ്റിയടിക്കാറില്ല, വീടിന് സ്ഥാനം കാണാറില്ല സാധാരണയായി സംക്രമ ദിനങ്ങൾ. അതിനാൽ നിങ്ങൾക്കായി വിശേഷിച്ച് ഒരു ശുഭ മുഹൂർത്തവും നാളെ ഡോക്ടർ മാരാർജി നൽകുന്നില്ല. നാളെ അവിട്ടം നക്ഷത്രവും തിങ്കളാഴ്ചയുമാകുന്നു. അതിനാൽ സോമവാര വ്രതം അനുഷ്ഠിക്കേണ്ടുന്ന വ്യക്തികൾക്ക് ഭർതൃ ശ്രേയസ്സിനായി, ഭാര്യാഭർത്താക്കന്മാരുടെ ഐക്യത്തിനായിക്കൊണ്ട് ദേവീക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെയധികം ഗുണകരമാകുന്നു. എടുത്തുചാട്ടങ്ങളൊന്നും നടത്താതിരിക്കുക. സാഹസികമായ ഒരു പ്രവർത്തനങ്ങൾക്കും നാളത്തെ ദിനം അനുകൂലമല്ല. നാളെ നിങ്ങൾ നിങ്ങളുടെ ധർമ്മദേവ സങ്കേത ക്ഷേത്രങ്ങൾ സന്ദർശിക്കണം. മറ്റന്നാൾ ഒരു പുതിയ മാസമാണ്. അതിനാൽ നാളെ തന്നെ ധർമ്മദേവ സങ്കേതത്തിൽ അവിടെ സന്ദർശിച്ച് വെള്ളം നനച്ച്, അല്ലെങ്കിൽ ചാണകവെള്ളമൊക്കെ നനച്ചുകൊണ്ട് ശുദ്ധീകരിക്കുക, അടിച്ച് വൃത്തിയാക്കുക ആ പരിസരം മുഴുവനും. മറ്റന്നാൾ കാലത്ത് ഒരു പുതിയ മാസത്തെ നാം വരവേൽക്കുകയാണ്. കന്നിമാസം. സൂര്യൻ കന്നിയിലേക്ക് പ്രവേശിക്കുകയാണ്. ലിപിലേഖ്യ കാവ്യഗണിത ജ്ഞാനാന്വിത സ്ത്രീവപുഹു. എഴുത്തും കുത്തും വായനയും പഠിതാക്കൾക്കും ഒക്കെ വളരെ അനുകൂലമായ ഒരു മാസമാകുന്നു കന്നിമാസം. വളരെയധികം പ്രത്യേകതകളുള്ള മാസമാണ് കന്നിമാസം. കന്നിമാസത്തിലെ വിശേഷങ്ങളെ സവിസ്തരം അടുത്ത ദിനം തന്നെ നിങ്ങൾക്ക് ഒരു വീഡിയോയിൽ ഞാൻ വിശദമായി പ്രതിപാദിക്കുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാരംഭമൊക്കെ വരുന്നത് കന്നിമാസത്തിലാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ ഒരു നല്ല നാളെ കാംക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.